ഹലോ വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം സാർ? നാളെ കെമിസ്ട്രി എക്സാം അല്ലേ? യെസ്, കെമിസ്ട്രി ഹാഫ് ഇയർലി എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഏതാ? കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അതിലൂടെ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുകയും ചെയ്യും. പോരാ, നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണം കെമിസ്ട്രി എക്സാമിന് എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ ഫുൾ ആയിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ലൈവിൽ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. മക്കളെ, എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ലൈവിൽ എത്തണം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് നിങ്ങളുടെ A+ന് ഉപകാരപ്പെടും എന്നല്ല സാറ് പറയുന്നത്. 40 ഔട്ട് ഓഫ് 40 മാർക്കിന് അത് ഉപകാരപ്പെടും. സോ അത് അവിടെ കാണാം. നമുക്ക് ഇപ്പൊ ചെയ്യാം കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. എടാ, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ദ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. സിംപ്ലി നമുക്ക് എഴുതാൻ പറ്റും. യെസ് മക്കൾ, ശ്രദ്ധിച്ചു വെക്കുക. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അമോണിയ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ തരാത്തത് അമോണിയാണ്, NH3 എന്ന് എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, വൈ ഈസ് ദ ഗ്യാസ് ഫോംഡ് പാസ്ഡ് ത്രൂ ദ ഡ്രൈയിങ് ഏജന്റ്? എന്തിനാണ് ശോഷക സ്തംഭം അഥവാ ഡ്രൈയിങ് ഏജന്റിലൂടെ കടത്തിവിടുന്നത്? യെസ്, ജലാംശം വലിച്ചെടുക്കാൻ അഥവാ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനാണെന്ന് മക്കൾക്ക് അറിയാം. ആരുടെ യൂസ് ചെയ്യുന്ന ഡ്രൈയിങ് ഏജന്റ് ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. ശോഷകാരകം ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, ഇനി can H2SO4 be used as drying agent ammonia in the preparation of ammonia? അമോണിയയുടെ പ്രിപ്പറേഷനിൽ എപ്പോഴും ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. അമോണിയയുടെ നിർമ്മാണത്തിൽ H2SO4നെ നമുക്ക് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ശോഷകാരകമായിട്ട് ജലത്തെ വലിച്ചെടുക്കാൻ ഉപയോഗിക്കാമോ എന്ന്. ബിക്കോസ് അതിന്റെ ആൻസർ മക്കൾ എഴുതേണ്ടത് നോ, നെവർ. ബിക്കോസ് എന്താണ്? അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. സൾഫ്യൂരിക് ആസിഡ് ആണ്. ദേ റിയാക്ട് ഈച്ച് അതർ. അവർ തമ്മിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ബേസിക് നാച്ചുറുള്ള ഡ്രൈയിങ് ഏജന്റ് ആയിട്ടുള്ള ആരെ യൂസ് ചെയ്യുന്നത്? കാൽസ്യം ഓക്സൈഡിനെ യൂസ് ചെയ്യുന്നത്. മക്കളെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അമോണിയയുടെ പ്രിപ്പറേഷനിൽ ആരെ യൂസ് ചെയ്യാൻ പറ്റൂല? സൾഫ്യൂരിക് ആസിഡിനെ യൂസ് ചെയ്യാൻ പറ്റൂല. അമോണിയ ഈസ് കളക്റ്റഡ് ഇൻ ആൻ ഇൻവേർട്ടഡ് ജാർ. ഓക്കെ, അമോണിയ വാതകം ശേഖരിക്കുന്നത് ഒരു തലകീഴായ ജാറിലാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ തലകീഴായ ജാറിലാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? അതിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് അല്ലെ. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവായതുകൊണ്ട്. ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താ പറയാ മക്കളെ? യെസ്, സാന്ദ്രത കുറവായതുകൊണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അമോണിയയുടെ ഈ ഒരു പിക്ചർ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻസ് നിരന്തരം ചോദിക്കുന്നതാണ് മക്കൾ. അത് നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓർമ്മ വെക്കുക, ബിവെയർ. ഓക്കെ, ഇനി നോക്കണേ. കാൽസ്യം കാർബണേറ്റ് എൻഡോതെർമിക് റിയാക്ഷനിലൂടെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള തന്നിട്ടുണ്ട്. പക്ഷെ ഈ റിയാക്ഷന്റെ ഈ സൈൻ കണ്ടാൽ അറിയാം ഇത് എന്താണ്? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പം എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മലയാളം എന്താണ്? താപ ആഗിരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനമാണ് താപ ആഗിരണം അല്ലെങ്കിൽ എൻഡോതെർമിക്. ഓക്കെ അല്ലേ? ഫോർ ദിസ് ഈക്വിലിബ്രിയം വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ്? ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണോ അത് കൂടും, അഥവാ താപ ആഗിരണം എന്താണോ അത് കൂടും. ഓക്കെ, ടെമ്പറേച്ചറിൽ താപനില കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ എക്സോതെർമിക് റിയാക്ഷൻ ആണ് കൂടുക. അപ്പൊ ഇവിടെ താപനില കൂട്ടി, ഇൻക്രീസ് ചെയ്തു, വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതണം എൻഡോതെർമിക് കൂടി എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇവിടുത്തെ എൻഡോതെർമിക് ഏതാണ് മക്കളെ? ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇതിന് ഉത്തരം എന്താണ്? ഇവിടുത്തെ പുരോപ്രവർത്തന നിരക്ക് കൂടും എന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ എന്താ മക്കളെ കൂടുക? പുരോപ്രവർത്തനം കൂടും. പുരോപ്രവർത്തനം കൂടും എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അതായത് എന്ത് റിയാക്ഷൻ കൂടിയടാ? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ നമ്മൾ എഴുതേണ്ടത്? ആൻഡ് ആൻസർ എഴുതേണ്ടത് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, ഇൻക്രീസസ്. റെഡി? ഇനി എന്താണ്? റൈറ്റ് ടു മെത്തേഡ് ടു ഇൻക്രീസ് ദ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും മെത്തേഡുകൾ പറയാൻ വേണ്ടിയിട്ട് പറയാണ് അവര്. ഓക്കെ, ഒരു മെത്തേഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്നുള്ളത് ഇതിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് അടുത്ത മെത്തേഡുകൾ എന്നുള്ളത്. എടാ, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ എപ്പോഴും നല്ലൊരു മെത്തേഡ് എന്താണ്? യെസ്, റിയാക്റ്റന്റ് കൂട്ടുക എന്നാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് കൂടി കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഇവിടുത്തെ റിയാക്റ്റന്റ് ആരാണ്? അതെ, നമ്മുടെ കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് കാൽസ്യം കാർബണേറ്റ് എന്ന് എഴുതുക ഒന്ന്. അത് കാൽസ്യം കാർബണേറ്റിന്റെ അളവ് കൂട്ടുക എന്ന് എഴുതുക. ഓക്കെ, മറ്റൊരു മാർഗം എന്താണ്? യെസ്, മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ താപനില കൂട്ടുക എന്ന് തന്നെയാണ്. കാരണം ഇവിടെ താപനില കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഫോർവേഡ് റിയാക്ഷൻ കൂടും. പക്ഷെ അത് ഇവിടെ ഓൾറെഡി തന്നതുകൊണ്ട് നമ്മൾ അത് അവിടെ വെക്കുന്നു. വേറെ കാരണം എന്താ നമ്മൾ എഴുതുക? യെസ്, ഈ റിയാക്റ്റന്റിന്റെ അളവ് കൂട്ടുക എന്നുള്ളതിനെ അതുപോലെ തന്നെയാണ്
പ്രൊഡക്റ്റിന്റെ അളവ് കുറയ്ക്കുക. ഉൽപ്പന്നം കുറച്ചാലും ഫോർവേഡ് റിയാക്ഷൻ കൂടും. ഇവിടുത്തെ ഉൽപ്പന്നമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡോ കുറയ്ക്കുകയാണെങ്കിലും നമുക്കിവിടെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പുരോപ്രവർത്തനം കൂടും എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ് ദ കാറ്റലിസ്റ്റ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ഈക്വിലിബ്രിയം. ഓക്കെ, ഉൽപ്രേരകത്തിന്റെ സ്വാധീനം എന്താണ് എന്തിൽ? സന്തുലനാവസ്ഥയിൽ. മക്കളെ, സന്തുലനാവസ്ഥയിൽ ഉൽപ്രേരകത്തിന് സ്വാധീനം ഇല്ല എന്ന് എഴുതി വെക്കണം. ഓക്കെ, അറ്റ് ഈക്വിലിബ്രിയം കാറ്റലിസ്റ്റിന് നോ എഫക്ട് എന്ന് എഴുതി വെക്കണം. ബിഫോർ ഇക്വിലിബ്രിയം ആണ് ചോദിച്ചെങ്കിൽ, ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അറ്റൈൻ ഇക്വിലിബ്രിയം ഫാസ്റ്റ്ലി. ഓക്കെ, പെട്ടെന്ന് തന്നെ സന്തുലനാവസ്ഥ പ്രാപിക്കും. പക്ഷെ സന്തുലനാവസ്ഥയിൽ ഉൽപ്രേരകത്തിന് സ്വാധീനം ഇല്ല. സൂക്ഷിക്കണം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, റെഡി? ഇനി നോക്കണേ, നമ്മളെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നിരന്തരം ചോദിക്കാറുണ്ട്. മക്കളെ, സൾഫറും ഓക്സിജനും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. യെസ്, നമുക്കറിയാം എസും ഓയും തമ്മിൽ കമ്പൈൻ ചെയ്താൽ S+O2 gives എന്താണ് മക്കളെ കിട്ടുക? SO2 ആണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ എ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, SO2 ആണ്. ഓക്കെ, ഇത് SO2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ആ SO2 ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് SO3 ഉണ്ടാകുന്നു. യെസ്, ആ SO3 സൾഫ്യൂരിക് ആസിഡുമായി കമ്പൈൻ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, നമുക്ക് അറിയാം, അതെന്താണ്? ഒലിയമാണ്. H2S2O7 എന്ന് എഴുതുന്ന ഒലിയം എന്ന് നമ്മൾ വിളിക്കുന്ന ആളാണ് ആര് ഇവിടെ ഫോം ചെയ്യുന്നത്. ആ ഒലിയത്തിനെ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ മക്കളെ നമ്മുടെ കിങ് ഓഫ് കെമിക്കൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. മക്കൾ പഠിച്ച കാര്യമാണ്, മറക്കരുതേടാ. ഒലിയത്തിന്റെ കെമിക്കൽ ഫോർമുല ചോദിക്കാറുണ്ട്. ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സോ എ എന്താ ബി എന്താ നമ്മൾ കണ്ടെത്തി. H2SO4 will be formed on dissolution of SO3 in H2O, but this is not used in the manufactures. Okay, process. Why? അതായത് H2SO4നെ SO3 മക്കളെ കേൾക്കണടാ, SO3 ഡയറക്റ്റ് ആയിട്ട് വാട്ടറിൽ മിക്സ് ചെയ്താലും എന്ത് കിട്ടുമായിരുന്നു? H2SO4 കിട്ടുമായിരുന്നു. എന്നിട്ടും ഈ മെത്തേഡ് ചൂസ് ചെയ്യാറില്ല. കാരണം എന്ത് എന്നാണ് ചോദിച്ചത്. മക്കളെ, മറ്റൊന്നുമല്ല, ഇവിടെ എഴുതേണ്ടത് 2 പോയിന്റുകളാണ്. ഈ റിയാക്ഷൻ എക്സോതെർമിക് ആണെന്നും ആദ്യം ഉണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ് പുകമറ പോലെ നിൽക്കുകയും അത് പിന്നീടുള്ള രാസപ്രവർത്തനത്തിനെ തടയുകയും ചെയ്യുന്നു എന്ന് എഴുതി വെക്കണം. ഓക്കെ, എന്താണ് മക്കളെ? എന്താണ്? ഇറ്റ്സ് എ എക്സോതെർമിക് റിയാക്ഷൻ. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. മലയാളം ഇറ്റ്സ് എൻ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് എഴുതുക. എന്നിട്ട് ദ ഫസ്റ്റ് ഫോംഡ് സൾഫ്യൂരിക് ആസിഡ് ഓക്കെ ഫോം ലൈക്ക് എ ഫോഗ് പോലെ രൂപപ്പെടുന്നു. ഫോഗ് പുക പോലെ. ഓക്കെ, ഫോഗ് പോലെ രൂപപ്പെടുന്നു എന്ന് എഴുതുക. ദാറ്റ് പ്രിവെന്റ്, അത് തടയുന്നു എന്ത്? ഫർദർ ഡിസൊല്യൂഷൻ ഓഫ് SO3 അല്ലെങ്കിൽ ദാറ്റ് പ്രിവെന്റ് എന്താണ്? ഫർദർ ഫോർമേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് എഴുതിയാൽ അതിന് ആൻസർ ആയി മക്കളെ. ഓക്കെ, ഇനി റൈറ്റ് ദ നെയിം ഓഫ് മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എഴുതും കോണ്ടാക്ട് പ്രോസസ്. മക്കളെ മറക്കരുതടാ, കോണ്ടാക്ട് പ്രോസസ് അഥവാ സമ്പർക്ക പ്രക്രിയ. ഓക്കെ മക്കളെ, ഒരു കാര്യം വീണ്ടും പറയുകയാണ്, ഇതിന്റെയൊക്കെ എക്സ്ട്രീം വേർഷൻ ഇന്ന് നമ്മൾ ലൈവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടേണ്ട അവസ്ഥ വരൂല മക്കളെ. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി അത്രക്കും കഷ്ടപ്പെട്ട് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അതായത് ആ ലൈവ് നിങ്ങൾ കാണുക, മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരൊക്കെ വിളിച്ചു വരിക. ധൈര്യത്തിൽ കണ്ടോളൂ, ഒരു നഷ്ടവും ഉണ്ടാവില്ല. ഓക്കെ, ഇക്വേഷൻ തന്നിട്ടുണ്ട് മക്കളെ. അവിടെ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഗിവൺ ബിലോ. ഓക്കെ, അവിടെ ഇക്വേഷൻ നിന്നിട്ട് വിച്ച് എലമെന്റ് അണ്ടർഗോ ഓക്സിഡൈസ്ഡ് അഥവാ ഓക്സീകരണം നടന്നത് ആർക്കാണ് എന്നാണ് മക്കളെ ചോദിച്ചത്. നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷനിലൊക്കെ പറ്റി പഠിച്ചൊരു കാര്യം ഉണ്ട്. എന്താണ് മക്കൾക്ക് അറിയാമല്ലോ, മറ്റൊന്നുമല്ല, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന റിയാക്ഷൻ ആണ് അല്ലേ മക്കളെ? എന്താണടാ? ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് വിളിക്കുന്നത് അല്ലേ? സെറ്റ് അല്ലടാ മക്കളെ? റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറയുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ എന്നും പറയും. അപ്പൊ ഇവിടെ ഓക്സിഡൈസ് ചെയ്തത് ആർക്കാ എന്നാ ചോദിച്ചത്. അതായത് ആർക്കാണ് ഓക്സീകരണം നടന്നത്? കൂടിയത് ആർക്കാണ്? യെസ്, കോപ്പറിനാണ്. 0 ഉള്ള കോപ്പർ ഇവിടെ +2 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ആൻസർ കിട്ടി. ആരാണ് മക്കളെ ഇവിടുത്തെ ആൻസർ? ആരാണടാ? കോപ്പർ ആണ് ആൻസർ, കോപ്പർ. ഓക്കെ, വിച്ച് സബ്സ്റ്റൻസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്? ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത് എന്നാണ് ചോദിച്ചത്. മക്കളെ, റിഡക്ഷൻ സംഭവിക്കുമ്പോൾ കുറയണം. നോക്കണേ, സൾഫ്യൂരിക് ആസിഡുള്ള സൾഫർ 6 ഉള്ള സൾഫർ ഇവിടെ 4 ആയി മാറി. അപ്പോൾ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? സൾഫറിനാണ്. സൾഫ്യൂരിക് ആസിഡിലെ സൾഫറിനാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. വിച്ച് ഈസ് റെഡ്യൂസിങ് ഏജന്റ്? അവിടെ ശ്രദ്ധിക്കുക, ഓക്സിഡേഷൻ നടന്ന ആളെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിഡക്ഷൻ നടന്ന ആളെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്? അയാളാണ് റെഡ്യൂസിങ് ഏജന്റ്. അതാരാണ്?
കോപ്പർ ആണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ് മക്കളെ? നിരോക്സീകാരി. നിരോക്സീകാരി ആരാണ്? ഓക്സീകരണം നടന്ന ആള് നിരോക്സീകാരിയാണ്. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ മക്കളെ? അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം നമുക്ക്. മറ്റൊന്നുമല്ല, ഒരു കുറച്ച് H2SO4 നമ്മൾ എന്ത് ചെയ്യുന്നു? H2SO4 നമ്മൾ പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്യുന്നു. എന്താണ് ഒബ്സർവേഷൻ, എന്താണ് നിരീക്ഷണം എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം H2SO4 എന്ന് പറയുമ്പോൾ അത് ഒരു നല്ല ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്, നിർജ്ജലീകാരിയാണ്. അപ്പോ പഞ്ചസാര C12H22O11 എന്നുള്ളതാണ് പഞ്ചസാരയുടെ രാസസൂത്രം. അതിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റഡ് ഗാഢത കൂടിയ H2SO4 ഒഴിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാര കാർബണായി മാറും, അഥവാ കറുത്തു പോകും. ഓക്കെ, അതാണ് നമ്മുടെ നിരീക്ഷണം. ബിക്കം ബ്ലാക്ക് കളർ. ഓക്കെ, എന്തായി മാറും? ബ്ലാക്ക് കളറായി മാറും, അഥവാ കറുത്തു പോകും. പ്ലസ് എങ്ങനെയാണ് അത് കറുത്തു പോകുന്നത്? അതിൽ നിന്നും ജലാംശം പുറത്തു പോകുന്നു, 11 H2O പുറത്തു പോകുന്നു. എന്താണ്? ഏത് H2SO4ന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? വിച്ച് പ്രോപ്പർട്ടി? അതെന്താ? ഡീഹൈഡ്രേഷൻ എന്നാണ് അതിന് ആൻസർ ആയിട്ട് മക്കൾ എഴുതേണ്ടത്. അഥവാ മലയാളമാണെങ്കിൽ നിർജ്ജലീകരണം. സൂക്ഷിക്കണടാ, ഈ പറയുന്നതൊന്നും വെറുതെ അല്ല, വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ പറയുന്നത്. സോ ഇതിന്റെയൊക്കെ വീണ്ടും സാർ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടത് ആർക്കെങ്കിലും ഒരു തുള്ളി സംശയം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു തുള്ളി പേടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ലൈവ് കാണുക. ഉറപ്പായിട്ടും അത് ആ ലൈവ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ പവർഫുൾ ആയിട്ടായിരിക്കും നാളെ, അത്രയ്ക്കും ധൈര്യത്തോട് കൂടിയിട്ടായിരിക്കും നാളെ നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടായിരിക്കുക. ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ പറയുന്നതേ വരൂ എന്നുള്ളത്. മക്കളെ, നിങ്ങൾ കൂടെ കൂടുക. അപ്പോ ലൈവിൽ കാണാം.